ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനുമോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മാമൻ്റെ കൂടെ വന്നിട്ട് ഒരു മാസമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മാമൻ്റെ കൂടെയാണ്. എൻ്റെ അച്ചാച്ചൻ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. നമുക്ക് ആ കൃഷി ഒന്ന് പോയി നിരീക്ഷിക്കാം. ഫസ്റ്റ് നമുക്ക് മത്തങ്ങയിൽ നിന്ന് തുടങ്ങാം. ചെറുതായി വരുന്നേ ഉള്ളൂ മത്തങ്ങ. ആണോ? ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നാളെ മത്തങ്ങ. ഇതൊന്നും പൊട്ടിക്കാൻ പാടില്ല, അച്ചാച്ചൻ ചീത്ത അറിയാം. ഇനി നമുക്ക് അടുത്തത് മുളകും തൈയൊക്കെ നമുക്ക് നോക്കാം. ഇതാ ഗൈസ്, ഇതൊക്കെയാണ് മുളകും തൈകൾ. ഇതൊക്കെയാണ് മുളകും തൈകൾ. ഇതാണ് നമ്മുടെ കൂർക്കകൾ. ഇതൊക്കെ കൂർക്കകളാണ്. ഇനിയും ഉണ്ടാവും, ഇടയിലൊക്കെ വന്ന് മുളച്ചിരിക്കുകയാണ്. ഇതൊക്കെ മുളക് തൈയാണ്. ഇനി നമുക്ക് വഴുതനങ്ങ തൈ കാണാം. ഇതാണ് വഴുതനങ്ങ തൈ. ചെറിയ രീതിയിലൊക്കെ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ? പിന്നെ വഴുതനങ്ങയല്ല, ഇത് വെണ്ടയ്ക്ക തൈകളാണ്. വെണ്ടയ്ക്ക വലുതായിട്ടുണ്ട്. കണ്ടോ, അവിടെ വണ്ടൊക്കെ ഇരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയി കൂർക്കകൾ നോക്കാം. ഇതാണ് പിന്നെ ഉണ്ടായ കൂർക്ക. ഈ വട്ടം മൊത്തം കൂർക്കയാണ്. ഇത് ഫുള്ള് കൂർക്കയാണ്. ഇനി ഇവിടെ ഉണ്ടാകും കൂർക്ക. ഇത് മൊത്തം കൂർക്കയാണ്. കൂർക്കയാണിത്. പിന്നെ അവിടെ ഉള്ളത് കൂടുതലും പയറുകളാണ്. കണ്ടോ, ചെറിയ രീതിയിലാണ് എല്ലാം മുളച്ച് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പുറത്ത് കുറേ പയറുകളുണ്ട്, പക്ഷെ ഒക്കെ ചെറുതാണെന്ന് മാത്രം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ബൈ ബൈ. ഇതിന് എൻ്റെ അച്ചാച്ചൻ പ്രധാനമായും ഇട്ടൊരു 2 വളങ്ങളാണ്, ജൈവവളം, രാസവളം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷിയാണ്.